ഇത്രയും കാലം ഈ വീട്ടിൽ കാല് കുത്താതിരുന്നതാ. ഇപ്പൊ മല മറിക്കാന്ന് കരുതി വന്നപ്പോ ഇങ്ങനെ തൂങ്ങി ചാവാനാണോ ഈശ്വര വിധി? എടാ വരുണേ, എന്തിനാടാ എന്നെ തനിച്ചാക്കി പോയേ? ഒന്ന് നിന്റെ അമ്മയെ ഒന്ന് രക്ഷിക്കടാ, നിന്റെ അമ്മ മരിച്ചുകൊണ്ടിരിക്കടാ. എത്ര നേരമായി ആരെയും മേലെ കാണാനില്ലല്ലോ. അമ്മേ, എവിടെയാ അമ്മേ? വാതിലടച്ചിട്ടോണ്ട് ഭഗവാന്റെ ശ്ലോകം കേട്ടോണ്ടിരിക്കുവാണോ? ഇപ്പൊ ഞാൻ മരിച്ച എന്റെ ശവത്തിന്റെ മുമ്പിൽ ഈ ശ്ലോകമായിരിക്കും. അതിനു മുമ്പ് എന്നെ ഒന്ന് രക്ഷിക്കൂ. മരണമെത്തുന്ന നേരത്തു നീ എന്തൊരു ശല്യം ഈ ശബ്ദം. ചെറിയമ്മേ, ചെറിയമ്മേ, വാതിൽ തുറക്ക്. ചെറിയമ്മേ, ചെറിയമ്മേ, വാതിൽ തുറക്ക്. ചെറിയമ്മേ, ഡോറ് തുറക്കാൻ. ചെറിയമ്മേ, ഞാനിവിടെ ഉണ്ട് ദേവാ, വാതില് തുറക്ക്. എന്നെ ഇവിടെ കയറിൽ കുരുക്കിയിട്ടിരിക്കുക. ഒന്ന് വേഗം അകത്തേക്ക് വാ. ചെറിയമ്മേ, ചെറിയമ്മേ, അതെ ചെറിയമ്മേ, ചെറിയമ്മേ, വാതിൽ തുറക്ക്. ചെറിയമ്മേ, വാതിൽ തുറക്ക്. ചെറിയമ്മേ, വാതിൽ തുറക്ക്. പെട്ടെന്ന് വാതിലൊന്ന് തുറക്ക്. ഞാൻ പറയുന്നത് ആരും പുറത്ത് കേൾക്കുന്നില്ലേ? കൗസല്യേച്ചി, ഇന്ദുവമ്മേ, എന്നെ ഒന്ന് രക്ഷിക്കണേ. ചെറിയമ്മേ, അജയ, ആരെങ്കിലും വന്നൊന്ന് രക്ഷിക്കും മക്കളെ. ഇത് ആരുടെ പണിയായിരിക്കും? നമ്മൾ പറയുന്നതൊന്നും അകത്താർക്ക് കേൾക്കില്ല. അകത്ത് കിടന്ന് നിലവിളിച്ചിട്ടും നിങ്ങൾ ആരും വാതിൽ തുറന്നില്ല. അപ്പോ ഇത് രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്തതാണോ? ചേട്ടാ, എനിക്കൊന്നും അറിയില്ല. എന്താ നിങ്ങൾ വിശ്വസിക്കാത്ത? ആദ്യം ചെറിയമ്മയെ രക്ഷിക്കാൻ നോക്ക്. തമ്പുരാട്ടി, ദേവചേട്ടാ, എന്തൊരു പെണ്ണുപിള്ളയത്. രക്ഷിക്കുന്നതിന് പകരം ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടിരിക്കുന്നു. ഒന്ന് രക്ഷിക്കടേ. ദേവചേട്ടാ, ഒന്നിങ്ങോട്ട് ഓടി വന്നേ. സുഹാസിനി, എന്താ കാര്യം? അവിടെ അവിടെ വരുൺ ചേട്ടൻ കയറി തൂങ്ങി നിൽപ്പുണ്ട്. ഇത് കൊള്ളാലോ. ഇവന്റെ കാലെപ്പോഴും ശരിയായ. ഇത് സ്വപ്നമാണോ അതോ സത്യമാണോ? നിനക്കിത് എന്തിന്റെ കേടാണോ വരണേ? എന്തിനെങ്ങനെ ആളം വീതം ചാവാൻ നോക്കുന്നേ? നിങ്ങൾ ചെയ്തു കൂട്ടിയ തെറ്റുകൾക്ക് ഞാനാ നിങ്ങളെ കൊല്ലേണ്ടത്. നിങ്ങളെല്ലാം പോലെ ബന്ധങ്ങളുടെ വില അറിയാത്തവനല്ല ഞാൻ. അല്ല, എന്തിനാ ഇപ്പൊ തൂങ്ങിച്ചാവുന്നേ? ചെയ്ത കാര്യങ്ങളുടെ പശ്ചാത്താപമാണോ അതോ പുതിയ വല്ല പ്ലാനിന്റെ ഭാഗമാണോ ഇത്? പിടിക്കപ്പെടുന്ന വല്ല പേടിയുണ്ടോ നിങ്ങൾക്ക്? എന്തിനാ ഇവിടെ തന്നെ ഇരുന്ന് കളഞ്ഞേ? അവിടെ നിന്റെ അമ്മ വാതിലോടെ കയറി തൂങ്ങി നിൽപ്പുണ്ട്. എന്റെ അമ്മയും തൂങ്ങി നിൽക്കുന്നുണ്ടോ? മൂന്നും കൂടി ഒന്നിച്ചുള്ള ബുദ്ധിയല്ലേ? എന്നിട്ട് ഒന്നും അറിയാത്ത ഭാവം. വാ, വാതിൽ തള്ളി പൊളിക്കണം. വന്ന് ചെറിയമ്മേ, ഇത് പിടിക്കും. എല്ലാവരും മാറി. ഒന്ന് പെട്ടെന്ന് അഴിച്ചോട്. ഒന്ന് പെട്ടെന്ന് എന്നെ രക്ഷിക്ക്. മോനെ, ഒന്ന് പെട്ടെന്നാകട്ടെ മോനെ. എടാ വരണേ, നിന്റെ അമ്മ ഇവിടെ തൂങ്ങി ചാവാൻ നോക്കുമ്പോ നീ ഇതെവിടാടാ? ഇവന് മോളത്തെ മുറിയിൽ അത് തന്നെ ചെയ്തോണ്ടിരുന്നേ.
ഒരേപോലെ ഒരേ സമയത്ത് തൂക്കുകയറി കയറാന്ന് വെച്ചാ എന്താ സംഭവിച്ചേ? പെട്ടെന്ന് വാ. വേഗം തല്ലി പൊളിക്ക്. വിനയ ആ വല്യ ചുറ്റി അങ്ങ് എടുത്തുണ്ടോ? തന്നെത്താനെ കയറി കയറി തൂങ്ങിയിട്ട് മരിക്കുന്നായപ്പോ നിലവിളിച്ച് രക്ഷിക്കാൻ പറയുന്നു. ഇന്നലെ ഇവിടെ കിടന്ന് പേപ്പെട്ടിക്കളിയായിരുന്നു. കാലത്ത് അടുക്കള കയറി വഴുതനങ്ങിയ ബോംബ് പ്രയോഗം. അത് വരുണിന്റെ വക. ഇപ്പതേ കയറും എടുത്തോണ്ട് പോയി തൂങ്ങിച്ചാവ്. സത്യത്തില് നിങ്ങൾക്കൊക്കെ എന്താ പറ്റിയേ? എന്തിനാ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നേ? അല്ലെങ്കിൽ തന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഇപ്പൊ അവതാളത്തിലാ. നിങ്ങളും കൂടി ഇങ്ങനെ തുടങ്ങിയാ പിന്നെ അല്പം മനസ്സമാധാനം ഉള്ളതും കൂടെ ഇപ്പൊ നഷ്ടാവും. എന്റെ പൊന്നമ്മേ, എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. താഴെ ഓർമ്മലോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോ എനിക്ക് എന്തോ പറ്റി, അത്ര തന്നെ. പിന്നെ ഞാൻ നോക്കുമ്പോഴേക്കും ഫാനെ തൂങ്ങി നിൽക്കുന്നതാ കണ്ട്. ഇടയ്ക്ക് എന്താ സംഭവിച്ചെന്നോ ആരാ ഫാനി തൂക്കിയതെന്നോ സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല. വേറൊരാളായിരുന്നെങ്കിൽ അകത്തുനിന്ന് കുറ്റിയിടാൻ മറ്റാർക്കാ പറ്റി ചെറിയമ്മേ? ഇതെന്തോ നിങ്ങൾ മനഃപൂർവ്വം ചെയ്തതാണെന്നേ തോന്നുന്നുള്ളൂ. അങ്ങനെ ഒരു ഉദ്ദേശം എന്റെ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ മറ്റാരെങ്കിലുമൊക്കെ ഞാൻ തൂക്കിക്കേറ്റിയേനെ. സ്വയം ചാവാൻ ശ്രമിക്കില്ലല്ലോ. ഇതെല്ലാം മനഃപൂർവ്വം ആരോ ചെയ്തതാ. ഞങ്ങൾക്കാർക്കും ഒന്നും അറിയില്ല. അങ്ങനെ മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ നിങ്ങളുടെ കാലിന്റെ ചോട്ടിലൊരു സ്റ്റൂളും വെച്ച് തരില്ലല്ലോ. കയറെ കെട്ടി തൂക്കിയിട്ട് അവര് സ്ഥലം വിട്ടേനെ. ഈ സമയം കൊണ്ട് കാലപുരിയിൽ എത്തുകയും ചെയ്തേനെ. പക്ഷെ ഞങ്ങൾ വന്ന് രക്ഷിക്കുന്നത് വരെ ഒന്നും സംഭവിച്ചില്ലെങ്കിൽ അത് നാടകമല്ലാന്ന് എങ്ങനെ ഞങ്ങൾ വിശ്വസിക്കാം? മരണം കൺമുന്നിൽ കണ്ടതാ ദേവ. ജീവൻ തിരികെ കിട്ടുമെന്നും കരുതിയതല്ല. എന്നിട്ടത് നാടകമാണെന്നാണോ പറയുന്നത്? പിന്നല്ലാതെ എന്താ? ഇതൊക്കെ ആരോട് പറഞ്ഞാലും നാടകമാണെന്നല്ലേ പറയൂ. എന്റെ പൊന്നെന്തുവമ്മേ, ആരെന്തു വേണേലും വിചാരിച്ചു. പക്ഷെ ഞങ്ങളായിട്ട് കയറി തൂങ്ങിയതല്ല. ഈ വൈദേഹിയുടെ കുഞ്ഞ് ചെകുത്താന്റെ കുഞ്ഞാന്ന് പറഞ്ഞപ്പോ തൊട്ടാ ഇതെല്ലാം തുടങ്ങിയത്. ദേ തുടങ്ങി. വീണ്ടും എന്റെ കുഞ്ഞിനെ പഴി പറയാൻ നിൽക്കുന്നോ? ഇങ്ങനെ പഴി പറയാൻ വേണ്ടിയല്ലേ 3 പേരും കൂടി ഇങ്ങനെ ഒരു നാടകം നടത്തിയത്? അയ്യോ ഇല്ല, ഇത് മാത്രം നാടകമായിരുന്നില്ല. ഞങ്ങളുടെ ജീവിതത്തില് ഇടയ്ക്കുള്ള കുറച്ച് മണിക്കൂറുകള് ഞങ്ങള് പോലും മറന്നു പോയിരിക്കുന്നു. അയ്യോ എന്റെ പൊന്നു തമ്പുരാനെ, അപ്പോഴെന്താ സംഭവിച്ചതെന്നും ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. ശരിയല്ലേ സുഹാസിനി ചെറിയമ്മേ? ശരിയാണ്. ഇതൊരു സാധാരണ മനുഷ്യനെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളല്ല. ഇപ്പൊ എനിക്ക് ഉറപ്പായി ഇത് വൈദേഹിയുടെ ആ കുഞ്ഞിന്റെ പണി തന്നെയാ. അത് സാധാരണ കുഞ്ഞല്ല, ചെകുത്താന്റെ കുഞ്ഞാ. മതി, നിർത്തിയെടുത്തി. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെന്ന് അവസാനിക്കൂ എന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു. എന്റെ കുഞ്ഞിന്റെ മേലെ പഴി ചാരാൻ വേണ്ടി മനഃപൂർവ്വം നിങ്ങൾ നടത്തിയ നാടകം ഇത്. നിന്റെ കൺമുന്നിൽ തന്നെയല്ലേ ഇതൊക്കെ നടന്നത്? എന്നിട്ട് ഇതൊക്കെ നാടകമാണെന്ന് എങ്ങനെ പറയുന്നു വൈദേഹി? നീ എന്തൊക്കെ പറഞ്ഞാലും നിന്റെ കുഞ്ഞ് ഈ വീടിന്റെ ശാപമാ. ശാപമായിരുന്നെങ്കിൽ ആ തൂക്കുകയറി കേറി നിങ്ങൾ 3 പേരിപ്പോ അങ്ങ് പരലോകത്തെത്തില്ലായിരുന്നോ? വരദാനായതുകൊണ്ടാ മരണത്തിന്റെ മുന്നിലെത്തിയ നിങ്ങളെ കൃത്യസമയത്ത് ഞങ്ങൾക്ക് രക്ഷിക്കാനായത്. ഇവരെ രക്ഷിച്ചത് തെറ്റായിപ്പോയി. നമ്മൾ അങ്ങനെയങ്ങ് വിട്ടാ മതിയായിരുന്നു. രക്ഷപ്പെട്ടാലെങ്കിലും സ്വഭാവം മാറുമെന്നാ ഞാൻ കരുതിയേ. പക്ഷെ ഇവര് മാറില്ല.
എന്നുവെച്ചാ കുഞ്ഞിന്റെ മേൽ പഴി വീഴാതിരിക്കാനാണ് നിങ്ങൾ എന്നെ രക്ഷിച്ചതെന്നാണോ പറയുന്നത്? അല്ലാതെ എന്നോടുള്ള സ്നേഹം കൊണ്ടല്ല. അങ്ങനെയാണെങ്കിൽ ആ കാല് നേരെയായതും ആ കുഞ്ഞിനു വേണ്ടിയാണെന്ന് തോന്നുമല്ലോ. ശരിയാണ് ചേച്ചി, 100% ശരിയാ. എന്റെ കുഞ്ഞ് ശാപമായിരുന്നെങ്കിൽ അജേട്ടന്റെ കാല് ശരിയാവില്ലായിരുന്നല്ലോ. ഇത് മാത്രം മതിയാവും എന്റെ കുഞ്ഞ് ഭാഗ്യമാണെന്ന് പറയാൻ. ശരിയാണ്, വൈദേഹി പറഞ്ഞതാ ശരി. നിന്നെ രക്ഷിക്കാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു, പക്ഷെ കാൽ അനങ്ങിയില്ല. വൈദേഹിയുടെ കുഞ്ഞിന്റെ മേൽ പഴി വീഴരുതല്ലോ എന്ന് ഞാൻ ഓർത്തപ്പോ എന്റെ കാല് ശരിയായി. അപ്പോ എന്റെ കാല് ശരിയാവാൻ കാരണം ഈ കുഞ്ഞ് തന്നെയല്ലേ? നിങ്ങൾ എല്ലാരും ശാപമാണെന്ന് പറഞ്ഞ ഈ കുഞ്ഞ് ഇന്ന് എനിക്ക് അനുഗ്രഹമായിരിക്കുക. ഈ കുഞ്ഞ് ഈ വീടിന്റെ ഭാഗ്യമാണ്. അതൊരു ശാപമാണെന്ന് വരുത്തി തീർക്കാൻ ഇവര് 3 പേര് ശ്രമിക്കുന്നേ. എന്റെ ദേവ, അതിന്റെ പേരിൽ ആരും തൂങ്ങിച്ചാവില്ലല്ലോ. അതൊന്ന് മനസ്സിലാക്ക്. ഊർമിളെ, മതി, ഒന്ന് നിർത്ത്. കുഞ്ഞിന്റെ കാര്യത്തിലുള്ള തർക്കം ഇനി ഇവിടെ വേണ്ട. ഇപ്പൊ നിങ്ങൾക്ക് 3 പേർക്കും എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ടെന്ന് ചോദിച്ച എന്ത് പറയാനാ? അങ്ങനെ ചോദിക്കാൻ എങ്ങനെ നാവ് പൊങ്ങി? ഓ, ഇപ്രാവശ്യം തൂക്ക് കയറിയെന്ന് ഒരുവിധം രക്ഷപ്പെട്ടു. അടുത്ത പ്രാവശ്യം രക്ഷപ്പെടാൻ അവസരം കിട്ടുമെന്ന് പോലും അറിയില്ല. മരിച്ചു മേലോട്ട് പോയാ അത് ഓർക്കുമ്പോ തന്നെ പേടിയാവുന്നേ. മനസ്സ് നല്ലതാണെങ്കിൽ ഒരു അപകടവും ഉണ്ടാവില്ല. വേണ്ടാത്തൊക്കെ ചിന്തിച്ചു കൂട്ടി ഇങ്ങനത്തെ വേഷം കിട്ടി നീ കാണിച്ചു പോരുത്. പറഞ്ഞില്ലെന്ന് വേണ്ട. കളവ് ഏതാണെന്നോ സത്യം ഏതാണെന്നോ ഒന്നും ഒരു പിടി കിട്ടുന്നില്ലല്ലോ. എന്തൊക്കെയോ ഇവിടെ നടക്കുന്നുണ്ട്. എന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കും തോറും അത് നിങ്ങളുടെ നേരെ തന്നെ തിരിഞ്ഞു കൊത്താൻ ശ്രമിക്കും. അത് ഓർമ്മയിലിരിക്കട്ടെ. സത്യമായിട്ടും നമ്മളെ ആരും തൂക്കിക്കൊല്ലാൻ നോക്കിയതല്ലേ? എന്നാലും ഒരല്പം പോലും ദയയില്ലാതെ ഓരോരുത്തരും നമ്മളെ വാൺ ചെയ്തിട്ട് പോയിരിക്കുക. സിറ്റുവേഷൻ അങ്ങനെയാണല്ലോ വരണേ. ഇവര് മാത്രമല്ല, നടന്നത് ആരോട് പറഞ്ഞാലും വിശ്വസിക്കില്ല. നമ്മുടെ നാടകമാണെന്ന് എല്ലാരും കരുതും. സാമ്പ്രാണിയുടെ കാര്യം ദേവൻ എങ്ങാനും കേട്ടിട്ട് അത് കൊണ്ടുവന്ന് നമ്മുടെ റൂമിൽ വെച്ചതാണെന്ന് കരുതാം. പക്ഷേ നമ്മൾ പോലും അറിയാതെ നമ്മളെ കൊണ്ടുപോയി കഴുത്തിൽ കയറ് കെട്ടി തൂക്കിടുവെന്ന് വെച്ചാ ഇതൊന്നും മനുഷ്യരെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല. ഏതോ ഒരു അദൃശ്യ ശക്തി ഇതിന്റെയൊക്കെ പുറകിലുണ്ട് ഊർമിള. നമ്മുടെ പരിശ്രമങ്ങൾക്കൊക്കെ തടസ്സം നിൽക്കുന്നത് അതാ. നമ്മൾ ചെയ്യുന്നത് നമുക്കിട്ട് തിരിച്ചു ഫലിക്കുന്ന അതുകൊണ്ടാ. അതെന്താണെന്ന് തിരിച്ചറിയുന്നവരെ നമ്മുടെ ജീവൻ എപ്പോഴും അപകടത്തില. അദൃശ്യ ശക്തി. ഏത് അദൃശ്യ ശക്തിയാ തടസ്സം നിൽക്കുന്നതെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്നാ നോക്ക്. നീ എന്താ പറഞ്ഞു വരുന്നത് ദേവ? 5 മാസത്തിനുള്ളിൽ അക്ഷയപാത്ര ഫൗണ്ടേഷൻ പൂർത്തിയായില്ലെങ്കിൽ കോടികളുടെ വില വരുന്ന നമ്മുടെ ട്രസ്റ്റ് സർക്കാർ ഏറ്റെടുത്ത് നടത്തുമെന്നോ? ഇതിന്ദുമ്മയോട് പ്രത്യേകം പറയണ്ടല്ലോ. നമ്മുടെ പൂർവികർ എഴുതി വെച്ച വിൽപ്പത്ര പ്രകാരം തുടർച്ചയായി 18 വർഷത്തിലധികം ട്രസ്റ്റിൽ ഒരു പ്രവർത്തനവും നടക്കാതിരിക്കുകയാണെങ്കിൽ ട്രസ്റ്റിന്റെ ആസ്തി മുഴുവൻ സർക്കാരിന് ഏറ്റെടുക്കാമെന്നാണുള്ളത്. എന്നാ പിന്നെ ഇപ്പൊ തുടങ്ങിയാ പോരെ ദേവ? ഈ അക്ഷയപാത്രം ഫൗണ്ടേഷൻ നമ്മുടെ അച്ഛന്റെ എക്കാലത്തെ സ്വപ്നമായിരുന്നു. ഇതെങ്ങനെയെങ്കിലും നമ്മൾ വേണം പൂർത്തീകരിക്കാൻ. ഊർമിളെ, പോയ കാര്യം നടന്നോ? പിന്നെ അത് നടക്കാതിരിക്കോ ചെറിയമ്മേ? ഇനിയൊന്നും നമ്മുടെ കൈ വിട്ടു പോകില്ല. ചെറിയമ്മ വന്നേ.
ശരിയാണ് ദേവ. 5 മാസമല്ല 4 മാസം കൊണ്ട് ഇത് പൂർത്തീകരിക്കണം. അക്ഷയപാത്രം എന്ന് പറയുമ്പോ അത് നമ്മൾ കെട്ടുന്ന കെട്ടിടം മാത്രമല്ല, രാജകുടുംബത്തിലുള്ള ഓരോ വ്യക്തിയുടെയും സമ്മതത്തോടെ രാജാധിപതിയാവുന്ന വ്യക്തി എല്ലാ ഉത്തരവാദിത്വവും ഏറ്റു നടത്തണമെന്നുള്ളതാണ്. ഇതിനു മുമ്പ് അച്ഛന്റെ വാക്കിന് എതിർവാക്ക് പറയാൻ ആർക്കും ധൈര്യമില്ലായിരുന്നു. പക്ഷേങ്കി ഇപ്പൊ അങ്ങനെയല്ലല്ലോ. അതാ ഇവിടുത്തെ പ്രശ്നം. കുടുംബത്തിന് ദോഷം ഉണ്ടാവുന്ന കാര്യങ്ങളാണെങ്കിലല്ലേ ദേവ ആരെങ്കിലും തടസ്സം നിൽക്കൂ. ഇതിപ്പോ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയാവുമ്പോ ഞങ്ങള് തടസ്സം പറയുമെങ്കിലോ? എന്തൊക്കെ സംഭവിച്ചാലും അക്ഷയപാത്രം നടക്കാൻ അനുവദിക്കില്ല. ഊർമിളെ, ഇനിയും നിന്റെ വേഷം കെട്ടലായിട്ട് വന്നാ പിന്നെ വായിൽ പല്ല് കാണില്ല. എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങിയപ്പോ മുഖം വരെ കൈ എത്തുമെന്നുള്ളത് കൊണ്ട് ഓരോ സമയവും ഇങ്ങനെ പല്ല് കൊഴിക്കുന്ന കാര്യം പറഞ്ഞുകൊണ്ട് വന്നാ നാണം കെടാൻ പോകുന്നത് നിങ്ങളാവും. ഊർമിളെ, ഇപ്പൊ അക്ഷയപാത്രത്തിന് തടസ്സം നിന്നാലും നാണക്കേട് തന്നെയാ. അതിനെന്തിനാ നീ തടസ്സം നിൽക്കുന്നേ? അവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് കാരണത്തിന്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. നമ്മൾ ശരിവെക്കുന്നത് അവർക്ക് ശരിയാവില്ല, അത്രേ ഉള്ളൂ. സമ്മതിച്ചാ ഈ കുടുംബത്തിൽ നിൽക്കും, അല്ലെങ്കിൽ ഒന്നുമില്ലാതെ വഴിയാധാരം ആവും. എന്താ ചെയ്യാ, ഭീഷണിപ്പെടുത്തുകയാണോ? ഇത്രയും കാലം വല്യച്ഛനോടുള്ള പേടിയും ആദരവൊക്കെ ആയിരുന്നു. കയ്യും കെട്ടി ഒരു അക്ഷരം മിണ്ടാതെ നിന്നുകൊടുത്തു. എന്നാലേ ഇപ്പൊ അവകാശം പറഞ്ഞു വരികയാണെങ്കിൽ എങ്ങനെ എതിർത്ത് നിന്ന് പോരാടണോന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. എടാ വരുണേ, അത് നിന്റെ വല്യച്ഛന്റെ സ്വപ്നമായിരുന്നു. മറ്റെന്താണെങ്കിലും വേണ്ടെന്ന് വെക്കായിരുന്നു. ദാസേട്ടന്റെ സ്വപ്നത്തിന് ഒരിക്കലും എതിരെ നിൽക്കരുത് എന്നും പറഞ്ഞ് ഞങ്ങളുടെ ജീവിതം എന്നും ഇങ്ങനെ എങ്ങും എത്താത്ത രീതിയിൽ കടന്നു പോണോന്നാണോ? ഇതൊന്നുമല്ല കാര്യം. സത്യത്തിൽ നിങ്ങൾക്ക് എന്താ വേണ്ടേ? യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ ഈ അക്ഷയപാത്രം പൂർത്തീകരിക്കാൻ നിങ്ങളുടെ സമ്മതം കിട്ടണമെങ്കിൽ എന്താ ഞങ്ങൾ ചെയ്യണ്ടേ? എന്താ വേണ്ടെന്ന് പറഞ്ഞോ, എന്തായാലും പരിഗണിക്കും. ഇപ്പൊ ചോദിച്ചത്ര എളുപ്പമല്ല അതിങ്ങ് വെച്ച് നീട്ടാൻ. തരാന്ന് പറഞ്ഞു കഴിഞ്ഞില്ലേ? അച്ഛന്റെ ആദർശത്തിന് മുന്നിൽ ഞങ്ങൾക്ക് മറ്റൊന്നും വലുതല്ല. എന്താ ദേവേട്ടാ, ദേവേട്ടൻ കൊടുക്കില്ലേ? എന്തായാലും തന്നേക്കാം. ചോദിക്ക്. ദേവ, ഇവരുടെ കഴുത്തിന് പിടിച്ച് അക്ഷയപാത്രം എങ്ങനെ പൂർത്തീകരിക്കണമെന്ന് എനിക്കറിയാം. ഇവരുടെ അത്യാഗ്രഹങ്ങൾക്കൊത്ത് നമ്മൾ ചുവടുവെക്കേണ്ട ഒരു ആവശ്യവുമില്ല. അജേട്ടാ, ഒന്ന് നിക്ക്. അച്ഛന്റെ സ്വപ്നം സബലീകരിക്കുന്നതിന് വേണ്ടി നമ്മൾ കുറച്ചൊന്ന് താഴ്ന്നു കൊടുക്കുന്നതിൽ തെറ്റില്ല. എന്താ വേണ്ടെന്ന് വെച്ചാ പറഞ്ഞോ. എന്നാ രാജ്യാധികാരം എനിക്ക് വേണം. മിണ്ടി പോരുത്. ഞാൻ പറഞ്ഞില്ലേ ദേവ, ഇങ്ങനെയുള്ള തോന്നിവാസങ്ങളൊക്കെ ഇവർ എഴുന്നള്ളിക്കുമെന്ന്. ഇതിനൊന്നും കാര്യമില്ല. നമ്മളെ കൊണ്ടാവുന്നത് നമ്മൾ ചെയ്യും. ആരാ തടസ്സം നിൽക്കുന്നേ നോക്കട്ടെ. എന്ത്, നിനക്ക് രാജാധികാരം വേണോ അല്ലേ? നിന്നെയൊക്കെ വിശ്വസിച്ച് നിന്റെ കൈകളിൽ ആ പദവി എങ്ങനെ തരും? ദേവ, ട്രസ്റ്റ് സർക്കാർ ഏറ്റെടുത്താലും സാരമില്ല. സർക്കാർ ജനങ്ങളുടെ പ്രതിനിധിയല്ലേ. കോടികളുടെ ആസ്തി പ്രജകൾ അനുഭവിക്കട്ടെ, സാരമില്ല. എന്നാലും ഇവരുടെ കൈകളിൽ ആ അധികാരം വെച്ചുകൊടുത്താ അത് ദുർവിനിയോഗം ചെയ്യും. എല്ലാം നശിപ്പിച്ച് നാരായണക്കല്ല് പറിക്കും. എന്നാ ശരി, നിങ്ങളുടെ ഇഷ്ടം പോലെ. ഇതിനിടയ്ക്ക് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ മൊത്തം അങ്ങ് വിഴുങ്ങിയ അപ്പം മനസ്സിലായിക്കോളും.
അധികാരം ഞങ്ങളുടെ കയ്യിലാണെങ്കിൽ ഒന്നുമില്ലെങ്കിലും അക്ഷയപാത്രമെങ്കിലും പൂർത്തീകരിക്കാൻ പറ്റും. മറിച്ചാണെങ്കിൽ ഇതുവരെ ഉണ്ടായിരുന്ന സകലതും വല്ലവന്റെയും വായ്ക്കകത്തിരിക്കും. ഊർമിള പറഞ്ഞതിലും കാര്യമുണ്ടമ്മേ. ഇതിപ്പോ കൊരങ്ങന്റെ കയ്യിൽ പൂമാല കൊടുത്ത പോലെ നമ്മൾ എല്ലാരും കൂടി തല്ലുകൂടി ഇതെല്ലാം വല്ലവന്റെ കയ്യിൽ വെച്ചു കൊടുക്കണോ? ഊർമിള പറയുന്ന പോലെ അങ്ങ് ചെയ്തേക്ക്. അതൊക്കെ ചെയ്തോളൂ അമ്മേ. ഇപ്പൊ ഇവരുടെ മുമ്പിൽ ഇതല്ലാതെ വേറെ വഴിയില്ലല്ലോ. ദാസേട്ടന്റെ കണ്ണടഞ്ഞതും ഇവിടെ തോന്നിയാസങ്ങൾ മാത്രം നടക്കുന്നത്. എല്ലാവർക്കും അവരവരുടെ കാര്യം മാത്രം. ദാസേട്ടന്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒന്നും നിറവേറാൻ പോകുന്നില്ല. അമ്മേ, അച്ഛന്റെ ആദർശങ്ങൾ ഓരോന്നും ഞാൻ നിറവേറ്റിയിരിക്കും അമ്മേ. ഈ കുടുംബം ഒരുമയോടും സ്നേഹത്തോടും വർദ്ധിക്കണമെന്നുള്ളത് അച്ഛന്റെ ഏറ്റവും വലിയ സ്വപ്നമാണ്. ഇതുവരെ അതെന്റെയും കൂടി